പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയിട്ടും സായാഹ്ന ഒപിക്ക് വേണ്ട ജീവനക്കാരെ നിയമിക്കുവാൻ കഴിഞ്ഞില്ല. ഇടുക്കി ജില്ലയിൽ 20 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ സായാഹ്ന ഒപി പ്രവർത്തനം നിലച്ചു. പഞ്ചായത്തുകൾ ഡോക്ടർമാരെ നിയമിച്ചിട്ടും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെ പ്രവർത്തന സജ്ജമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. 2017 ഓഗസ്റ്റ് 5-നാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചിലതൊക്കെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തി സർക്കാർ ഉത്തരവിറക്കിയത്. തുടർന്ന് പല ഘട്ടങ്ങളിലായി മുഴുവൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റുകയും ചെയ്തു. ജനങ്ങൾക്ക് ആരോഗ്യരംഗത്ത് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലക്ഷ്യമിട്ടായിരുന്നു നടപടി. PHCകളിലെ OP സമയം ഉച്ചയ്ക്ക് 1-ന് അവസാനിച്ചിരുന്നു. കുടുംബാരോഗ്യ കേന്ദ്രമായതോടെ സമയം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ വൈകിട്ട് 6 വരെയുമാക്കി ഉയർത്തി. ആദ്യഘട്ടത്തിൽ ഇതിനായി ഒരു ഡോക്ടർ, നേഴ്സ്, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ എന്നീ തസ്തികകളും സൃഷ്ടിച്ചു. എന്നാൽ 2 ഡോക്ടർമാരെ കൊണ്ട് സായാഹ്ന OP പറ്റില്ല എന്ന ഡോക്ടർമാരുടെ സംഘടന നിലപാടെടുത്തതോടുകൂടി ഒരു ഡോക്ടറെ പഞ്ചായത്തുകൾക്ക് നിയമിക്കാമെന്ന ഉത്തരവ് സർക്കാർ കൊണ്ടുവന്നു. പഞ്ചായത്തുകൾ ഇത്തരം നിയമനം നടത്തിയെങ്കിലും വർഷം 8 കഴിഞ്ഞിട്ടും പല ആശുപത്രികളിലും 6 വരെ സായാഹ്ന OP മാത്രം തുടങ്ങിയിട്ടുമില്ല. ഒട്ടുമിക്കയിടത്തും പഞ്ചായത്തുകൾ ജീവനക്കാരെ നിയമിക്കാത്തതാണ് സായാഹ്ന OP മുടങ്ങുന്നതിന് കാരണമായത്. ഇടുക്കി ജില്ലയിൽ മണക്കാട്, കൊടയത്തൂർ, കരിങ്കുന്നം, ആലക്കോട്, ചെമ്പകപ്പാറ, ചിന്നക്കനാൽ, ശാന്തമ്പാറ, വട്ടവട, അയ്യപ്പൻകോവിൽ, ചക്കുവള്ളം, കൊക്കയാർ, ഇടവെട്ടി, മാങ്കുളം, ദേവിയാർ കോളനി, ഉടുമ്പൻചോല, KP കോളനി, ഏലപ്പാറ, കല്ലാർ, വട്ടയാർ, മരിയാപുരം, പെരുവന്താനം, കാന്തല്ലൂർ എന്നീ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലാണ് സായാഹ്ന OP തുടങ്ങുവാനുള്ള ജീവനക്കാരെ നിയമിക്കാത്തത്. ഇതോടുകൂടി നിർധന വിഭാഗങ്ങൾക്കുൾപ്പെടെ സാധാരണ ജനങ്ങളും ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.